ബുക്ക് ഓഫ് ലോർഡിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കൗൺസിലിംഗ് വിദഗ്ധനും കഴിയില്ലാതെ ഞാൻ ഉറപ്പ് തരാം. അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് വരെ ശാസ്ത്രലോകം ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. മനസ്സിനെ ബാധിച്ച മാരകമായ ഈ പ്രശ്നത്തിനെ നമ്മുടെ ഞരമ്പുകളെ ത്രസിപ്പിച്ചോ അതിനെ ഉറക്കിയോ കിടത്തുന്ന തരം മരുന്നുകൾ നിരന്തരം കഴിച്ചുകൊണ്ടിരുന്നാൽ ക്ഷീണം വർദ്ധിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാകില്ല. അല്ലെങ്കിൽ കുറെ കൂടി ആളുകൾക്ക് ഷോക്ക് കൊടുത്ത് ഉറക്കി കിടത്തുന്ന വിദ്യയൊക്കെ ഉണ്ട്. അത്തരത്തിലെ വഴികളിലൂടെ മാത്രം മനുഷ്യൻ പോയി കഴിഞ്ഞാൽ, കുട്ടികളെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാവി ഇവിടെ ചെന്ന് നിൽക്കും. അനിശ്ചിതത്വത്തിന്റെ ആ ലോകത്തില പലരും ചെന്ന് നിൽക്കുന്നതെങ്കിൽ ഇത്തരം ബന്ധനങ്ങളെ തകർക്കാൻ ഒരു ശാസ്ത്രവിധിയുമില്ല, ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരകനും കഴിയില്ല. എങ്കിൽ ഇതിന്റെ മീതെ ജയം തരാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിന്റെ വക്താവായ നസറേനായ യേശുവിന്റെ സുവിശേഷം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അവിടെ പാസ്റ്റർ അനിൽ കോടിത്തോട്ടം പറയുകയാണ്, മരുന്നുകളെ കൊണ്ട് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലം ഒക്കെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, കൗൺസിലിങ്ങിന് പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൈക്കാട്രിക് എന്ന് പറയുമ്പോൾ അതൊരു രോഗമാണ്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതൊരു രോഗമാണ്. എപ്പോൾ വേണമെങ്കിലും രോഗിക്ക് മാറ്റമുണ്ടാകാം. കാരണം മരുന്നും മന്ത്രവും അല്ലാതെ അതിന് വേറെ വഴികളൊന്നും തന്നെയില്ല. അദ്ദേഹം പറയുകയാണ് മരുന്ന് കൊണ്ടൊരു പ്രയോജനമില്ല എന്നുള്ളതാണ്, അല്ലേ? ഞാൻ ഈ സൈക്കാട്രിയിൽ കുറെ കാലം പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് എനിക്കറിയാം ഇത് മരുന്ന് ഇല്ലാതെ പറ്റുകയില്ല. കാരണം ചില മാനസികമായിട്ടുള്ള രോഗികളെ ചില കാലങ്ങളിൽ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ പാടാണ്, അല്ലേ? അവർക്ക് ശാരീരികമായിട്ടുള്ള ബലങ്ങൾ കൂടും. അവർ അസുഖം മൂർച്ഛിക്കുമ്പോൾ അവർ ശാരീരികമായി തന്നെ ബലം കൂടും. അവരെന്താ ചെയ്യുക എന്ന് പോലും നമുക്കറിയത്തില്ല. അതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ അവരുടെ അവസ്ഥകൾ അതാണ്. അപ്പൊ ഞാനും ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ചില സമയത്ത് ഇവരെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അവർ പെട്ടെന്ന് വയലന്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരുന്നും മന്ത്രവും ഇല്ലാതെ ഇവരെ പിടിച്ച് കെട്ടാൻ പറ്റുകയില്ല. ചില ഇഞ്ചക്ഷനൊക്കെ കൊടുത്താൽ മാത്രമേ ഇവർ ഉറങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നോക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുമെങ്കിൽ എത്രമാത്രം മാറിയെന്നായിരുന്നു, അല്ലേ? അതൊരിക്കലും നടക്കുകയല്ല. അവിടെ ചെല്ലുമ്പോൾ അവൻ വല്ലതും നമുക്കിട്ട് കയറി പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. കാരണം അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാതെ ഒരിക്കലും അയാൾ ഉറങ്ങുകയില്ല. ഉറങ്ങാതെ അയാളെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മാറുന്നത്. മരുന്ന് കഴിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും എനിക്ക് രോഗമില്ല എന്ന് മാനസിക രോഗികൾ അല്ലെങ്കിൽ മാനസികമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ പലപ്പോഴും അവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇടയ്ക്ക് എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത്, അവർ മരുന്ന് നിർത്തും. കാരണം ചില സമയങ്ങളിൽ മരുന്ന് നിർത്തും, ചിലപ്പോൾ അതിൻ്റെ ഡോസ് കുറയും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഇവർക്ക് രോഗം മൂർച്ഛിച്ചു വരുന്നത്. അപ്പം മരുന്ന് തന്നെയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്, അല്ലാതെ വേറൊന്നിനും ഇവര് നടത്താൻ പറ്റുകയില്ല. പിന്നെ എന്തിനാണ് ഈ അനിൽ കോടിത്തോട്ടം പാസ്റ്റർ ഈ അറിയില്ലാത്ത ഈ വെളിവുകേട് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ പ്രാർത്ഥിച്ചു മാറ്റുമായിരുന്നുവെങ്കിൽ എത്രയോ മാനസിക രോഗികൾ രക്ഷപ്പെട്ടു പോയതുമായിരുന്നു, അല്ലേ? അപ്പൊ ഞാനിപ്പം ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹം പറയുന്നത് വെറും മണ്ടത്തരമല്ലേ. കാരണം ക്രിസ്തു സൗഖ്യം തരും, യേശു ക്രിസ്തു സൗഖ്യം തരത്തില്ല എന്ന് ഞാൻ പറയുകയല്ല. അതൊക്കെയും എന്താണ്, സൗഖ്യം ഉണ്ടാകും, ഇല്ലെന്നല്ല. പക്ഷേ മരുന്നിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. കാരണം വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്, അത് ഉറപ്പായ കാര്യമാണ്, അല്ലേ? വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. അല്ലെങ്കിൽ വരപ്രാപ്തരായിരിക്കണം. അനിൽ കോടിത്തോട്ടം പാസ്റ്റർ വരപ്രാപ്തനല്ല. ഈ പ്രസംഗം സുവിശേഷവും മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം പറയുകയാണ് മരുന്ന് കൊണ്ട് വലിയ കാര്യമില്ല, മരുന്നില്ലാതെ ഇവരെയൊക്കെ എങ്ങനെ ശുശ്രൂഷിക്കും? മരുന്ന് വേണം അവർക്ക്, മരുന്നും വേണം, അവർക്ക് ശുശ്രൂഷയും വേണം, കൗൺസിലിംഗ് വേണം. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? പഴയ അവസ്ഥയിലേക്ക് അവൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്കറിയാവുന്നത്. അദ്ദേഹം ഒറ്റയടിക്ക് പറയാറ് മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്.
കാരണം അദ്ദേഹം ഇത്രയും പഠിപ്പിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ പോരെ, അല്ലാത്ത കാര്യം പറയണം മരുന്നുകൊണ്ട്. കാരണം യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മറച്ചു വെച്ചിട്ടാണ് അനിക്കുടിത്തോട്ടം പാസ്റ്റർ ഇങ്ങനെയുള്ള ഒരു ഇതിനെ മുതിർന്നിരിക്കുന്നെന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോ അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ പറയുന്നത് മരുന്ന് കൊണ്ട് യാതൊരു ഗുണവുമില്ല. മരുന്നല്ലാതെ ഇവരെ എങ്ങനെ നിയന്ത്രിക്കുക? മരുന്നില്ലാതെ പറ്റുകയില്ല. സൈക്കാട്രിക് പേഷ്യന്റിന് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റലി പ്രോബ്ലം ഉള്ള പേഷ്യൻസിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്താണ്? മരുന്ന് വേണം. മരുന്നില്ലാതെ പറ്റുകയില്ല. അവർക്ക് നല്ല പരിചരണവും അവർക്ക് വേണം. അതുപോലെ അവരെ ശ്രദ്ധിക്കുകയും വേണം. ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് വെറുതെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുമെങ്കിൽ അതൊരു പ്രാപ്തനായിരിക്കണം, രോഗശാന്തി വരപ്രാപ്തനായിരിക്കണം, അങ്ങനെ ചെയ്യുവാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരാൾ ഇതുവരെയും വന്നിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ വളരെ റെയറാണ് അല്ലെ ഇവര്. അല്ലെങ്കിൽ പിന്നെ ഈ മെഡിക്കൽ ഫീൽഡ് ഒന്നും വേണ്ട. മെഡിക്കൽ ഫീൽഡ് ഒരുപാട് അല്ലെ, മെഡിക്കൽ ഫീൽഡ് തന്നെ ഉണ്ടാകാൻ കാരണം ദൈവം അനുഗ്രഹിച്ച യഹൂദന്മാർ കാരണമാണ് മെഡിക്കൽ ഫീൽഡ് തന്നെ ഉണ്ടായത്. ദൈവവചനത്തിൽ തന്നെ പല മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമമൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ദൈവം അവർക്ക് കാണിച്ചു കൊടുത്ത, ഓരോ കാലങ്ങളിൽ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്താണ് ഓരോ മരുന്നുകൾ ഉപയോഗിക്കാൻ. കുഷ്ഠരോഗം വന്നവരെയും ചികിത്സിപ്പിക്കാനും അങ്ങനെ ഒക്കെയുള്ള മരുന്നുകളൊക്കെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ മരുന്നിനെ ഒരിക്കലും അവഗണിക്കരുത്. മരുന്ന് വളരെ അത്യാവശ്യമാണ്, മരുന്ന് വേണം അല്ലെ. എനിക്ക് തോന്നുന്നു TPM പോലെയുള്ള സഭകളില് എന്ത് രോഗം വന്നെന്ന് പറഞ്ഞാൽ അവർ ചികിത്സിക്കത്തില്ല. കാരണം അവർ പറയുന്ന കർത്താവ് സൗഖ്യം തരും. പക്ഷെ അങ്ങനെ സൗഖ്യം തന്ന ഒത്തിരി പേര് മരിച്ചുപോയി. സൗഖ്യം വന്നു ഒത്തിരി പേര് മരിച്ചുപോയി. അല്ലാതെ അവർക്കൊന്നും വന്നില്ല. മരുന്ന് കഴിക്കരുതെന്ന് ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. കാരണം മരുന്നില്ലാതെ സൗഖ്യമാകത്തില്ല. കാരണം അല്ലാതെ സൗഖ്യമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതം, അത്രേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ അല്ലെ. ചില ഡോക്ടർമാരാണെങ്കിലും പറയും, ചില കാര്യങ്ങളൊക്കെ ചെയ്ത ഡോക്ടർമാർ തന്നെ പറയും ഇത് മിറാക്കിളാണ് അല്ലെ, രക്ഷപ്പെട്ടു അല്ലെ, എനിക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞില്ല, ദൈവം അതിനപ്പുറത്തേക്ക് ചെയ്തു എന്ന് ചില ഡോക്ടർമാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് പാസ്റ്റർ അനിൽക്കൊടിത്തോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട്, മെഡിക്കൽ ഫീൽഡിനെ ഇനി അവഗണിക്കാതിരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.